പേസ്റ്റായി പേസ്റ്റ് രൂപത്തിൽ. ഇതിപ്പോൾ ഇതിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞു. എന്നിട്ട് ഒന്ന് ഒരു ഷെയ്ക്ക് ചെയ്യുക, വെള്ളത്തിൽ മുക്കണം, എന്നിട്ട് ജസ്റ്റ് എടുക്കുക. എന്തായാലും ഒരു ജോലി സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് വന്നല്ലോ, അതെന്തായാലും വലിയൊരു കാര്യം തന്നെയാണ്. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മുടെ ചാനലിലൂടെയും പേജിലൂടെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഒരു വളരെ വ്യത്യസ്തമായിട്ടൊരു ബിസിനസ് ചെയ്യുന്ന മുനീർക്കയാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് അല്ലേ? Ruba അല്ലേ? Ruba ഫ്രൈഡ് ചിക്കൻ മസാല. ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇന്നോവേഷൻ ആട്ടോ. ഒരു കെമിക്കൽ ഒന്നുമില്ലാതെ വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് അല്ലേ? നിങ്ങൾ എത്ര നാളെ പരിപാടി വന്നിട്ട്? ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ട് 5 വർഷമായി. 5 വർഷമായി. ഇദ്ദേഹം 20 വർഷത്തോളം ദുബായിലായിരുന്നു. ദുബായിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയിലായിരുന്നു അല്ലേ? അവിടെ നിന്നാണോ നിങ്ങൾ ഇന്നോവേഷൻ? അതെ, അമേരിക്കൻ കമ്പനി ആയിരുന്നു അത്. ആണല്ലേ? അവിടെ 10 വർഷം അവിടെ ജോലി ചെയ്തു. അതിനുശേഷം വേറൊരു കമ്പനിയിലും ജോലി ചെയ്തു. എല്ലാം ഫ്രൈഡ് ചിക്കൻ കമ്പനീസ്. നിങ്ങൾ ഇതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ആക്ച്വലി ഇതിലേക്ക് എത്തിയതിന്റെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ തുടങ്ങിയത്. ആദ്യം പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കർണാടകയിൽ. അവിടെ ഈ മസാല ഉപയോഗിച്ച് ഞാൻ മാനേജ്മെന്റ് ചെയ്തു. അപ്പോൾ സക്സസ് ആയ ഉടനെ പിന്നെ ഞാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങി. ഓൺ പ്രൊഡക്റ്റ് ആക്കി മാറ്റി. ഓൺ പ്രൊഡക്റ്റ് പ്ലാനിങ് ഡെവലപ്മെന്റ് എല്ലാം ചെയ്തിട്ടാണ് മാർക്കറ്റിൽ ഇറങ്ങിയത്. ഇതെന്നറിയാം, നമ്മളിപ്പോൾ ഞാൻ ആക്ച്വലി നമ്മുടെ സുഹൃത്തുക്കൾ അറിയാം, ഞാനൊരു ഫുഡ് ബ്ലോഗർ അല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് മുനീർക്കയുടെ ഒരു ബിസിനസ് ആകുമ്പോൾ നമ്മളതിനെ പരിചയപ്പെടുത്തണം. പക്ഷേ മുനീർക്ക എന്നോട് പറഞ്ഞത് ഇപ്പം ഞങ്ങളിവിടെ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളിവിടെ എന്താണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകണം മുനീർക്ക? ഇത് 2.5 കിലോ ചിക്കനാണ്. ആ 2.5 കിലോ ചിക്കൻ ഉണ്ടാക്കാനുള്ള പാക്കറ്റാണ് ഈ കാണുന്നത്. 2.5 കിലോ ചിക്കൻ ഉണ്ടാക്കാൻ ഈ ഒരു പാക്കറ്റിൽ മതി അല്ലേ? ഇതിലേക്ക് സാൾട്ട് മാത്രം ആഡ് ചെയ്താൽ മതി. ആണല്ലേ? അപ്പൊ നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചാലോ? തീർച്ചയായും കാണിക്കാലോ. ഇത് അതിന്റെ കാറ്ററിംഗ് പാക്കറ്റാണ്. ഇത് വെച്ചാൽ ഈവന്റ് മാനേജ്മെന്റ്, റെസ്റ്റോറന്റ്, കഫേ ഇവർക്കെല്ലാം ചെയ്യാൻ ഉപയോഗിക്കുന്ന പരിപാടിയാണ്. ഉപയോഗിക്കുന്നതാണ് ഈ മസാല. ഇതിന്റെ അകത്ത് യാതൊരു കാരണം വെച്ചാൽ കെമിക്കൽ ഇല്ല. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഒരു പണി ചെയ്യാം. മുനീർക്ക തന്നെ ഇത് മിക്സ് ചെയ്തിട്ട് എന്താ പറയാ, ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കാണിക്കണം. എന്നിട്ട് അതിന്റെ ബിസിനസിനെ കുറിച്ച് പറയാം. തീർച്ചയായും തുടങ്ങിയാലോ? തുടങ്ങാം. മുനീർക്ക ഞാൻ തന്നെ പഠിച്ചോട്ടെ. ബിസ്മില്ലാ. എന്തായാലും നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ പ്രോഡക്റ്റ് ഇപ്പൊ എവിടെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഇത് അവൈലബിൾ ആമസോണിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യാൻ പറ്റും. പിന്നെ കാസർഗോഡ് ആണ് ഉള്ളത്. ഡിസ്ട്രിബ്യൂഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്നുണ്ട്. ഓൾ കേരള ആയിട്ട് നോക്കുന്നുണ്ട്. ആവശ്യക്കാരാണെങ്കിൽ വരാട്ടോ അല്ലേ? തീർച്ചയായും. എന്തായാലും നമ്മളൊരു ഫുഡ് ബ്ലോഗിങ്ങിന്റെ ഇങ്ങനെ ഒരുപാട് വ്യത്യസ്ത രൂപത്തിൽ ഇതേപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. അവർക്ക് ഈ പ്രൊഡക്റ്റുമായിട്ട് വന്നോ, നമുക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാമല്ലോ. ഇത് 2.5 കിലോ ചിക്കൻ. പിന്നെ ഉപ്പാണ് ചേർക്കേണ്ടത്. ഞാൻ നിങ്ങളുടെ നിർദ്ദേശപ്രകാരം ഞാൻ തന്നെ ആയിട്ടാ ചെയ്യുന്നത്. എത്ര എണ്ണം? 3 ടേബിൾ സ്പൂൺ. എത്ര മതിയാ? ഇതിന്റെ 3 എണ്ണം. 3 എണ്ണം ഇടണം. ആവശ്യക്കാർക്ക് അതിനനുസരിച്ച് കൂട്ടിയോ കൂർക്കോ ഉപ്പിന്റെ അവരുടെ ആവശ്യത്തിനനുസരിച്ച്. ഇത് മുനീർക്ക എന്നോട് പറഞ്ഞേ, ഇത് മുനീർക്ക തന്നെ ഈ സാധനം പ്രിപ്പയർ ചെയ്ത് കാണിക്കും. അതാണ് അതിന്റെ ഒരു ബർക്കത്ത് അല്ലേ? അപ്പൊ ചിക്കൻ തുടങ്ങിക്കോ. അടുത്തത് വെള്ളം ഒഴിക്കാതെ. വെള്ളം പോരാ. ലേശം വെള്ളം ഒഴിക്കാം. ഇപ്പൊ ഞാനൊരു കുക്കറി ഷോ നടത്താൻ പറ്റിയ ആളായിട്ട് മാറിയിട്ടുണ്ടല്ലോ മുനീർക്ക. പേസ്റ്റ് രൂപത്തിൽ. വേറെ മൈദാപ്പൊടിയും ചേർക്കണ്ടേ? ഒന്നും ചേർക്കണ്ട. അത് പിന്നീട് കുക്കിംഗ് മതി. ഇതിന്റെ ബാക്കിലുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ ബാക്കിൽ വ്യക്തമായിട്ട് സ്കാനറും കൂടി ഉണ്ട് ഇതിന്. ഓക്കെ. ഈ രൂപത്തിലാണോ? എന്തായാലും മുനീർക്ക നിങ്ങളെ ഒരു പേസ്റ്റ് രൂപത്തിലായി. അതെ. ഇനി ഇതിലേക്ക് ചിക്കൻ പറയാം. ഓക്കെ, ഇട്ടോ. എന്തായാലും ഒരു ജോലി സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് അവിടെ ജോലി ചെയ്തതിനു ശേഷം സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് വന്നല്ലോ, അതെന്തായാലും വലിയൊരു കാര്യം തന്നെയാണ്. എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ചെയ്തിട്ടേ മുനീർക്ക, ഇത് ഇങ്ങനെ ചെയ്തിട്ട് എത്ര മണിക്കൂർ വെക്കേണ്ടി വരും? നമ്മൾ ഇത് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. 48 hours വരെ വെക്കാം. ഒന്നാവില്ല. 48 hours വരെ. അതെ. ഇതിപ്പോ ഇതിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? ഇതിനെ നമ്മൾ ചില്ലറിൽ വെക്കാം. 4 മണിക്കൂറിന് ശേഷം കുക്ക് ചെയ്യാം. അപ്പൊ 4 മണിക്കൂർ ശേഷം നമ്മൾ കാണാം. തീർച്ചയായും. ഞാനും മുനീർക്കയും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് 4 മണിക്കൂർ ഞങ്ങൾ സാധനമൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി ഞങ്ങൾ മുനീർക്കയുടെ ബിസിനസ്സായിട്ടുള്ള Ruba ഫ്രൈഡ് ചിക്കൻ മസാല കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് പൊരിക്കാനായിട്ട് പോവാണ്.
നമ്മളൊക്കെ ഞാനൊരു ഫുഡ് ബ്ലോഗർ ഒന്നുമല്ല കേട്ടോ. തീർച്ചയായിട്ടും മുനിർക്കയുടെ ബിസിനസ് ആയതുകൊണ്ട് ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ, അല്ലെങ്കിൽ ആൾ വിചാരിക്കും എന്താ കുക്കിംഗ് ഷോ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല മുനിർക്ക. അപ്പോൾ അതെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ. ഇതെന്താ മൈദ? 2 കിലോ മൈദ എടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർക്കുക. മിൽക്ക് പൗഡർ. ഓക്കെ. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം. നിങ്ങൾ ഇനി പ്രോഡക്റ്റ് വാങ്ങിച്ചാലും ആമസോണിൽ നിന്ന് വാങ്ങിച്ചാലും മുനീർക്ക കാണിക്കുന്ന പോലെയാണ് അത് ചെയ്യേണ്ടത് അല്ലേ മുനീർക്ക? അതെ തീർച്ചയായിട്ടും. യെസ്. അപ്പോൾ എന്തായാലും മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചിക്കൻ എടുത്ത് നമുക്ക് എത്രയാണ് അതിലേക്ക് ആവശ്യമുള്ള ചിക്കന് അത് എടുക്കുക. യെസ്. നമ്മളിപ്പോൾ ഒരുപാട് പേരുണ്ടല്ലോ. ആ പാത്രത്തിൽ എത്രയാണ് കൊള്ളുക അത്ര എടുക്കുക. അതാണ്. ഓക്കെ ഫൈൻ. ഒരു 4 പീസ് എടുത്തു. 4 പീസ്. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ചിക്കൻ പിടിച്ച് തിരുമ്പാൻ പാടില്ല. ജസ്റ്റ് ഈ ചിക്കനും മൈദയും ഇങ്ങനെ കറക്കാം. ഓക്കെ 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 ഓക്കെ. അപ്പോൾ കറക്റ്റ് നമ്മൾ ഫ്രൈഡ് ചിക്കൻ പുറത്ത് ബ്രാൻഡ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇരിക്കും അല്ലേ? ഇതിൽ നല്ല കുഴിയുള്ള പാത്രം ഉപയോഗിക്കാം ഒന്ന്. രണ്ടാമത് നല്ല ഈ മൈദ കൂടുതൽ വേണം. എന്താ വെച്ചാൽ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് മൈദ കൂടുതൽ വേണം. ഇതൊക്കെ ഇതിൻ്റെ ഒരു ടിപ്പുകളാണ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ. എന്നിട്ട് ഒന്ന് ഒരു ഷെയ്ക്ക് ചെയ്യാം. വെള്ളത്തിൽ മുക്കുക. വെള്ളത്തിൽ മുക്കണം. എന്നിട്ട് ജസ്റ്റ് എടുക്കുക. യെസ്. പിന്നെയും മൈദയിലേക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ബാക്കി എല്ലാ പീസും അങ്ങനെ ചെയ്യണം. അതെ. ഇങ്ങനെ എത്ര വട്ടം ചെയ്യണം മുന്നേ? ഒറ്റ പ്രാവശ്യം മൈദയിൽ മുക്കി പിന്നെ വെള്ളത്തിൽ മുക്കുക. പിന്നെ മൈദ വെള്ളത്തിൽ മുക്കണേ? ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടെ പിടിക്കാൻ. അതെ. അപ്പോഴാണ് കുറച്ചും ക്രിസ്പിയായി റെഡിയായി വരിക. എന്നിട്ട് രണ്ടാം മിക്സ് ചെയ്യാം. ഇനി എണ്ണ ചൂടായിട്ട് ഇവൻ ഇതിലേക്ക് ഇടുക അല്ലേ? അത്രേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു. മുനീർക്ക അപ്പോൾ എല്ലാം റെഡിയായി. റെഡിയായി. ഇൻഷാ അല്ലാഹ് പൊരിച്ചോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ് മാഷാ അല്ലാഹ്. മുനീർക്കയുടെ ഒരു സംരംഭം ഇതിനെന്തായാലും ആളുകളിലേക്ക് എത്തിച്ച് കണ്ട ഒരു എന്താ പറയുക ഒരു കെമിക്കലും ഇല്ലാത്ത ഫ്രൈഡ് ചിക്കൻ നമ്മൾ കഴിക്കാനായിട്ട് പോയി അല്ലേ പാത്തൂസേ? യെസ്. എത്ര മിനിറ്റ് കൊണ്ട്? ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കണം. 5 മിനിറ്റ് കഴിയുമ്പോൾ അല്ലേ? എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ്, ടോട്ടൽ 15 മിനിറ്റ് ആണ്. ഓക്കെ. മുനീർക്ക. അതെ. ഞാൻ തന്നെ എടുക്കാൻ വേണം. 15 മിനിറ്റോളമായി. മാഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാൻ. എന്തായാലും കഴിച്ചിട്ടായി വാ. നമ്മളെ കുട്ടികൾക്ക് വിഷരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഫ്രൈഡ് ചിക്കനൊക്കെ പിള്ളേർ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കല്ലേ അല്ലേ? തീർച്ചയായിട്ടും. സൂപ്പർ. എല്ലാവർക്കും ഇത് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. ആമസോണിൽ കിട്ടും കേട്ടോ. ഇത് ആമസോണിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. യെസ്. പക്ഷെ മുന്നൂർക്ക ചെയ്ത പോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. എങ്കിലാണ് ആ ഒരു ഇത് കിട്ടുള്ളൂ. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് മുന്നൂർക്കാനെ വിളിക്കാം അല്ലേ? തീർച്ചയായിട്ടും. അത് ഇതിൻ്റെ ഒരു ജില്ലാ അടിസ്ഥാനത്തിലോ അല്ലെ കേരളം മൊത്തമോ ഇനി ദുബായിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ വിളിക്കാം അല്ലേ? ഒന്ന് കഴിക്കണം നമുക്ക് കേട്ടോ. കഴിക്കും. അപ്പോൾ അൽഹംദുലില്ലാ മുനീർക്കയുടെ സംരംഭത്തെ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് സാധിച്ചു. മുനീർക്ക മാഷാ അല്ലാഹ് ഒന്നും പറയാൻ കേട്ടോ. താങ്ക് യു. ഞാൻ കഴിച്ചു കുറേ നേരോട്ട് കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? പിന്നെ നിങ്ങളെ നമുക്കറിയാലേ. എനിക്ക് മുനീർക്കനെ ഓൾമോസ്റ്റ് നമ്മൾ 3 വർഷം പരിചയപ്പെട്ടല്ലേ അല്ലേ? ബിസിനസ് എക്സിബിഷൻ സമയത്ത്. പക്ഷെ അന്നൊന്നും നമുക്ക് ഇങ്ങനത്തെ ഒരു ഫീച്ചറിങ്ങും നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് അറിയാം. പക്ഷേ ഇത് മുനീർക്കയുടെ ഒരു വ്യത്യസ്ത രൂപത്തിലുള്ള ഒരു ബിസിനസ് ആയതുകൊണ്ട് കഴിക്കുക. ഞാൻ മാത്രം കഴിച്ച ബിസ്മില്ലാ കഴിക്കുക ബ്രദർ കഴിക്കുക. അപ്പോൾ എന്തായാലും ക്യാമറമാൻ സൽമാനെ കഴിക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ മലയാളികളുടെ ഇങ്ങനത്തെ വ്യത്യസ്ത സംരംഭങ്ങൾ വിദേശത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഒന്ന് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണതിൻ്റെ സാധ്യതയെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ അല്ലേ? അപ്പോൾ എന്തായാലും സന്തോഷം. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.